വേദ സേതുലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്, മോള് കുറച്ചുകൂടി വലുതായ ശേഷം ഞാൻ നാട്ടിലേക്ക് പോകാമെന്നാണെന്ന് വിചാരിച്ചത്. പക്ഷേ അത് കുറച്ചുകൂടി നേരത്തെയായി. എന്തോ ഒന്ന് സംഭവിക്കാൻ പോണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം തന്നെ വിക്രമും അച്ഛനും കൂടെ അവിടെ വിശ്വത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു വീട്ടിലേക്ക് പോകുന്നുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അങ്ങനെ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു അച്ഛനും മോളും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് താമസിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നുണ്ട്. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ താമസിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ വേദയും തരുണും എല്ലാവരും കൂടെ തിരുവനന്തപുരത്തുള്ള വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ മോള് ഓടി പോകുന്നുണ്ട്. വീട് കണ്ടെന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട് ഓടരുത് എന്ന് പറയുന്നുണ്ട്. തരുൺ പറയേണ്ട അവൾ ഓടിക്കോട്ടെ, വീണിട്ടല്ലേ കുട്ടികൾ നടക്കാനും ഓടാനൊക്കെ പഠിക്കുന്നത്, അതിനെന്താ എന്ന് പറയുന്നുണ്ട്. എല്ലാ കുട്ടികളും പോലെയല്ല എനിക്ക് എൻ്റെ മോള് വീഴുണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ തരുൺ പറയുന്നുണ്ട്, നിൻ്റെ അടുത്തല്ലേ പറഞ്ഞത് കുട്ടിയെ പിടിക്കേണ്ട, അവൾ കളിച്ചോട്ടെ എന്ന്. എന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സേതുലക്ഷ്മി മാറ്റി നിർത്തിയിട്ട് വേദ പറയുന്നുണ്ട്, എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശമില്ലേ അമ്മ? ഞാൻ എന്നും അവളുടെ വളർത്തമ്മയായി തന്നെ കഴിയണമെന്നാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സേതുലക്ഷ്മിക്ക് ദേഷ്യം വന്നിട്ടും വരാത്ത പോലെ അവളുടെ അടുത്ത് സ്നേഹത്തോടെ തന്നെ പറയുന്നുണ്ട്, നിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ മോളെ ഞങ്ങളുടെ അടുത്ത് വളർത്താൻ തന്നത്, അല്ലാതെ തരുണിനോടുള്ള സ്നേഹം കൊണ്ടോ അനുകമ്പ കൊണ്ടോ ഒന്നും അല്ലല്ലോ. അന്ന് നിൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ചെയ്തതെങ്കിൽ തരുണും ഇപ്പോൾ അവൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗുണ്ടകളിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. നീ നിൻ്റെന്ന് മാത്രം സ്വയം വിചാരിക്കരുത്. നമ്മുടെ കുഞ്ഞെ എന്നങ്ങനെ ചിന്തിച്ച് നോക്കൂ. നിന്നെ ഒരു വളർത്തമ്മയെ പോലെയാണോ ഗൗരിമോൾ കണ്ടിട്ടുള്ളത്? അങ്ങനെയാണോ നമ്മൾ അവളെ വളർത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. വേദ രാത്രി മുഴുവൻ സേതുലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം എണീറ്റതും സേതുലക്ഷ്മിയുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മ പറയാതെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. ഗൗരിമോള് എൻ്റെ സ്വന്തം മോളല്ല എന്നുള്ള രീതിയിലാണ് അമ്മ എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഞാൻ അവളെ ഒന്ന് പുറത്ത് കൊണ്ടുപോയാൽ എന്താണ് കുഴപ്പം? ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മോൾക്ക് പുറത്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, പോയിക്കോ. പക്ഷേ തരുൺ ചേച്ചി ഞാൻ എന്ത് പറയണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് മോളെയും കൊണ്ട് വേദ അവളുടെ വീടൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വീടൊക്കെ കാണിച്ചു കൊടുത്ത് ടൗണൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് വരുന്നുണ്ട്. തരുണാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഇനി മോളെ പുറത്തേക്ക് കൊണ്ടുപോകരുത്, ഇത് എൻ്റെ മോളാണ്, നിൻ്റെ മോളല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇവളുടെ പേരിൽ എനിക്കൊരു അവകാശമില്ല, ഒന്ന് വളർത്താൻ വേണ്ടി മാത്രമാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലാതെ അവളുടെ മേലിൽ അവകാശം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടതും വേദയ്ക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. സേതുലക്ഷ്മി എന്നിട്ട് തരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോള് വളർന്നത് അവളുടെ ചൂടേറ്റാണ്, അവളുടെ കൂടെയാണ് കിടന്നുറങ്ങിയതെല്ലാം, നന്ദിയേട് കാണിക്കരുത്, ഇങ്ങനെയല്ല നീ ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും, അത് നീ മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് തരുണിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. വേദയുടെ അടുത്തും പോയി പറയുന്നുണ്ട്, സാരമില്ല, അവൻ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതല്ലേ, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വേദയുടെ അടുത്തും പറയുന്നുണ്ട്. തരുൺ ജയിൽ സൂപ്രണ്ടായിരുന്ന റിട്ടയർഡ് പോലീസ് ഓഫീസറെ ചെന്ന് കാണുന്നുണ്ട്. വിക്രത്തെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പോലീസ് ഓഫീസർ കൂടിയായിരുന്നു അത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, മോളെ നോക്കാൻ ഒരാൾ വേണം, ഞങ്ങൾ ആഴ്ചയ്ക്ക് വരുള്ളൂ, അപ്പോൾ അമ്മയും മോളും മാത്രമേ ഇവിടെ ഉള്ളൂ, വിശ്വസിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ പോലീസ് ഓഫീസർ ചെന്നിട്ട് വിക്രത്തെ കാണുന്നുണ്ട്. കണ്ടിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നീ പോകണം, അവിടെ ജോലിക്ക് നിൽക്കണം, ആ മോളെ സംരക്ഷിച്ചിട്ട് അവിടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഗുണ്ടാപ്പണി പോലെ ഞാൻ അവിടെ നിൽക്കണം എന്നാണോ സാറ് പറയണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ല, നീ അങ്ങനെ കാണണ്ട, അതിന് അവിടെ ഉള്ളത് ഒരു തരുൺ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ കൂടിയാണ്, അപ്പം നിനക്കും ഒരു സംരക്ഷണം ആവും അത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വിക്രം അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. അച്ഛൻ്റെ അടുത്തും പോയി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.